കുട്ടികളെ വഴക്ക് പറയുമ്പോഴേക്ക് കുട്ടികൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. മൊബൈൽ കൊടുത്തില്ലെങ്കിൽ തൂങ്ങി മരിക്കാൻ ആഗ്രഹിക്കുന്നു. ടൂർ പറഞ്ഞയച്ചില്ലെങ്കിൽ മക്കൾ തൂങ്ങി മരിക്കുന്നു. ഈ കുട്ടികളൊക്കെ വിചാരം എന്താണ്? മരിച്ചങ്ങ് ചെന്നാൽ ഖബറിന് പിന്നെ മൈസൂർ പോവാന്ന? മരിച്ചങ്ങ് പോയാൽ ഖബറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഐഫോൺ കൊടുക്കുന്ന? എന്താണ് കുട്ടികൾക്കനായ ചെയ്യുക? സഹോദരന്മാരെ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്താണ് ഖബർ. നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഖബർ. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്താൽ അവൻ്റെ മരണം ഈമാനില്ലാത്ത മരണമാണ്. അവൻ്റെ മരണം പരാജയത്തിലേക്കുള്ള മരണമാണ്. അള്ളാഹുവിൻ്റെ മുൻപിൽ ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ട ആളുകൾ എന്നും ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കുന്ന രീതിയിലുള്ള ശിക്ഷകൾ അനുഭവിക്കുമെന്നാണ്. സഹോദരന്മാരെ, എന്താ നിങ്ങൾ വിചാരിച്ചു? ഖബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖബറാകുന്ന കല്ലറക്കൂട്ടിൽ ഒരു മനുഷ്യനെ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കവിൾത്തടം മണ്ണിനോട് ചേർത്ത് അവനെ ചെരിച്ച് കിടത്തി എല്ലാവരും മൂടുകല്ല് വെച്ച് മണ്ണ് വാരി വലിച്ചെറിഞ്ഞ് മീസാങ്കല്ല് കുഴിച്ചിട്ട് രണ്ട് ഭാഗത്തും മൈലാഞ്ചിച്ചടി കുഴിച്ചിട്ട് വെള്ളം പാർന്ന് പള്ളിയിൽ ഉസ്താദ് വന്ന് ഫാത്തിഹ ഓതി ദുആ ചെയ്തുകൊണ്ട് പിരിഞ്ഞു പോകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ചെരുപ്പടിക്കാലിൻ്റെ ശബ്ദം പോലും ഖബറിൽ കിടക്കുന്ന മനുഷ്യന് കേൾക്കുമെന്നാണ്. പക്ഷേ നിലവിളിക്കുന്നുണ്ട്. ആ നിലവിളി കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ല. അട്ടഹാസിക്കുന്നുണ്ട്. പോകല്ലേ, പേടിയാകും, എനിക്കൊറ്റയ്ക്ക് പേടിയാകും ഈ പള്ളിക്കാട്ടിലെന്ന് നിലവിളിച്ച് പറയുന്നുണ്ട്. അത് കേൾക്കാൻ ആരുമില്ല. ആ മനുഷ്യന്മാർ തിരിഞ്ഞു കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞാൽ മുങ്കർ നക്കീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ നമ്മുടെ ഖബറിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. മലക്കാനി അസ്വദാനി അസ്റഖാനി ശഅറാഹുമായ സുഹാബുഹിർ റിജാലാനി. കരിക്കട്ട പോലെ കറുത്തിരണ്ട, കണ്ടാൽ പേടി തോന്നുന്ന, തലമുടി ഞെരിയാണി വരെ നീണ്ടു കിടക്കുന്ന ഭീകരന്മാരായ രണ്ട് മലക്കുകളാണ് മുൻകർ നക്കീർ. അവർ ഖബറിൽ വന്നിട്ട് നമ്മളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഖബറാണ് നിങ്ങൾ നിസ്സാരമായി കാണുന്നത്. ആ മുൻകറും നക്കീറും വന്ന് നമ്മളെ എണീറ്റിരുത്തി നിന്നെ ഉണർത്തി, നിന്നെ എണീറ്റിരുത്തിട്ട് ചോദിക്കും മർറബ്ബുക വമൻ നബിയുക വമാ ദീനുക. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ കാര്യം വളരെ പരാജയമാണ്. അത് മറുപടി പറയണമെങ്കിൽ നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും നന്നായിരിക്കണം. ആഖിബത്ത് നന്നായി കലിമത്ത് തൗഹീദ് ചൊല്ലി ഈമാനിയായി നമ്മൾ മരിക്കണം. എന്നാൽ ഖബറിൽ നമുക്ക് സഹിലായിക്കൊണ്ട് മറുപടി പറയാൻ കഴിയും. അല്ലെങ്കിൽ നമ്മുടെ നാവ് പതറുകയും മറുപടി പറയാൻ കഴിയാതെ എനിക്കറിയുകയില്ല എന്ന് ഈ മയ്യത്ത് വിലപിക്കുമ്പോൾ ആശ്വസിപ്പിക്കാൻ ഭർത്താവില്ല, ആശ്വസിപ്പിക്കാൻ മക്കളില്ല, ആശ്വസിപ്പിക്കാൻ മരുമക്കളോ മാതാപിതാക്കളോ ഇല്ല, ഫ്രണ്ട്സുകളില്ല, സുഹൃത്തുക്കളില്ല, കൂട്ടുകാരില്ല. നമ്മുടെ നന്മകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, ഖബറിൽ പോയി കിടക്കുന്നത് കോഴി ബിരിയാണി വയ്ക്കാനല്ല, ഖബറിൽ പോയി കിടക്കുന്നത് ടൂർ പോകാനല്ല, മൊബൈൽ കളിക്കാനല്ല എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി പൊരുത്തപ്പെട്ട് ജീവിക്കുക. അല്ലാഹു നമ്മുടെ ഖബർ സ്വർഗ്ഗമാക്കി തരട്ടെ. നമ്മുടെ മരിച്ചുപോയ ഉമ്മാക്കും ഉപ്പാക്കും, നമ്മുടെ ഉസ്താദന്മാർ, നമ്മൾ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, നമ്മുടെ തിരൂര് സ്വലാത്തിലെ ഓരോരോ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അല്ലാഹു ബോധം തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.